ഹായ് ഒരുപാട് അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ല തനി നാടൻ നെയ്യപ്പം റെഡിയാക്കിയെടുക്കാം. അരി അരച്ച് ഇതുവരെ നെയ്യപ്പം റെഡിയാക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുൻപ് അരിപ്പൊടി നെയ്യപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളൊരു നെയ്യപ്പമാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ആദ്യം തന്നെ ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 200 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പാനി റെഡിയാക്കിയെടുക്കുന്നത്. ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അതിൻ്റെ ചൂട് പോകുന്നതിന് മുൻപേ തന്നെ നല്ലതായിട്ട് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ അരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് ആകെ പുറത്തേക്കൊക്കെ പോയി മേലിൽ കൂടെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലതായിട്ട് തണുക്കാനായിട്ട് വെക്കുകയും ചെയ്യരുത്. അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുമിച്ചാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരി മുഴുവനായിട്ട് വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് ഈ ഒരു ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതായിട്ട് വാർത്ത് വെച്ചിട്ടുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം നെയ്യ്, 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അങ്ങനെ ഒഴിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വറുക്കുന്നില്ല, അങ്ങനെ പച്ച തേങ്ങ കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് അപ്പസോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്കത് നല്ല ക്രിസ്പിയും നല്ലതായിട്ട് ഇങ്ങനെ തിക്കായിട്ടുള്ള നെയ്യപ്പം നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം ഞാൻ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 8 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കണം. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. മാവ് ഒഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പുറം കരിഞ്ഞു പോവുകയും ചെയ്യും, അകം വെന്ത് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് മാത്രം ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ നെയ്യപ്പം 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം മൈദയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ പരുവത്തിലാണ് മാവ് വേണ്ടത്. ആ ഒരു പരുവത്തിന് അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ മൈദയാണെങ്കിലും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര ഈ പറഞ്ഞ അളവിൽ നിന്ന് കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് നെയ്യപ്പം ശരിയായി കിട്ടില്ല. അതിങ്ങനെ പരന്ന് ആകെ എണ്ണയിൽ ഇങ്ങനെ സ്പ്രെഡായി പൊട്ടി പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മൈദ കൂടിപ്പോയാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ അളവിൽ തന്നെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി നെയ്യപ്പമായിരിക്കും കിട്ടുന്നത്. ഇതിൽ പറഞ്ഞ അളവ് കൊണ്ട് നമുക്ക് 13 മുതൽ 15 വരെ നെയ്യപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മളുടെ അരിപ്പൊടി നെയ്യപ്പവും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ അടുത്തായിട്ട് ഇട്ടിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നിങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ഫോട്ടോസ് അയച്ചു തരിക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോട്ടോസ് അയച്ചു തരികയും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മളുടെ നെയ്യപ്പം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 1-2 ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമൊക്കെ ചെയ്ത് നോക്കുക. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.